നമസ്കാരം. തീറ്റ പ്രാന്തന്മാരുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു കോളിഫ്ലവർ മസാലയാണ്. അത് തയ്യാറാക്കാനായിട്ട് 2.5 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക്, ഒരു ചെറിയ കോളിഫ്ലവർ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എണ്ണ, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ മതി. പിന്നെ മസാലകൾ ആവശ്യമാണ്. കറിവേപ്പില. അപ്പോൾ ആദ്യമായിട്ട് ഒരു ചരുവത്തിൽ 1/4 ഭാഗം വെള്ളം എടുത്ത് അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റിൽ ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. 15 മിനിറ്റിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും 2 ഉണക്കമുളകും ഇട്ട് കൊടുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. ഒപ്പം കറിവേപ്പിലയും അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഗരം മസാല പൊടിക്കണം. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ മല്ലി, 1 ഉണക്കമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 തക്കോലം, 1 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പൂ, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് മസാല ഐറ്റംസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക. ചൂടായതിനു ശേഷം ഒന്ന് മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞ് പൊടിച്ചെടുക്കാം നമുക്ക്. ഇനി ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് ആ കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കോളിഫ്ലവറൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ സവാളയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ഗരം മസാലയിൽ നിന്ന് ഒരു 1 ടേബിൾ സ്പൂൺ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ചെറുതീയിൽ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. നന്നായി ഇളക്കുക. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങ ആവശ്യമില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കുക പാകത്തിനാണോ എന്ന്. ചെറുതീയിൽ വെച്ചിട്ട് ഇളക്കാൻ നോക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുക്കാം. അപ്പം കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. താങ്ക് യു.